നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇന്ന് തൊട്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നേരം ഉറക്കഴിച്ചോണ്ട് വന്ന് വീഡിയോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നിരിക്കുന്നു. അതായത് 20 പേര് ഇന്നലെ ഏതാണ്ട് 20 പേര് വീട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ആരും പറയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത 2 പേര്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 2 പേര് സർപ്രൈസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞപ്പോൾ ഒരു മോഡൽ ഉണ്ടെന്ന് ഇങ്ങനെ അറിയുന്നു, പേര് എനിക്ക് എപ്പോൾ കിട്ടിയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആ മോഡൽ വന്നിട്ടുണ്ട്. മോഡലിന്റെ പേര് ഗിസേൽ തക്രൽ. ഈ മോഡൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിൽ സീസൺ 9 ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അതുമല്ല ഒരു മലയാളം വലുതായിട്ടൊന്നും അറിയത്തില്ല, കുറച്ച് അറിയാമെന്ന് പറയുന്ന ഒരു മലയാളിയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് മലയാളത്തിൽ മറ്റൊരു ബിഗ് ബോസിന് ഉണ്ടായിരുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാം. അതുപോലെ അമ്മ മലയാളിയും അച്ഛൻ നേപ്പാളി അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ എന്തായാലും മലയാളം വളരെ കുറച്ചേ അറിയാവൂ. അതൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ബിഗ് ബോസിനകത്ത്. പിന്നെ മറ്റൊന്ന് രണ ഫാത്തിമ, 19 വയസ്സ് മാത്രമുള്ള രണ ഫാത്തിമ. 19 വയസ്സ് എന്ന് കരുതി നിങ്ങൾ ഞെട്ടണ്ട. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാർട്ണർ ഉണ്ട്, അതായത് ഒരു കൊച്ചു ചെറുക്കൻ. ഇപ്പൊ ഈ കൊച്ചു ഒരു 19 വയസ്സുള്ള ഒരു കൊച്ചു പെണ്ണാണ്. അതിന്റെ കൂടെ ഒരു കൊച്ചു ചെറുക്കനും വലിയ പക്വതയൊന്നും ഇല്ലാത്ത ഒരു പയ്യനായിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളും കണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അതുപോലെ ഈ ഇടയ്ക്ക് എന്തോ ഒരു വിഷയമായിട്ട് ഈ ഒരു രണ ഫാത്തിമ നല്ല വൈറലായിട്ടുണ്ട്. എന്ത് വിഷയമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പേര് ഈ ഇടയ്ക്ക് എന്തോ ഒരു വിഷയവുമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഇത് കൊടുക്കാം. ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ ഫാത്തിമ ഈ പറയുന്ന വ്യക്തി തന്നെയാണ്, ഇപ്പൊ കാണിക്കുന്ന വ്യക്തി തന്നെയെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. വെറും 19 വയസ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 20 പേര് അതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവര് നമ്മളിപ്പം ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇനി വൈൽഡ് കാർഡായിട്ട് ഒരു 3-4 പേരെങ്കിലും കയറും. മനസ്സിലായി? അതും കൂടെ ആകുമ്പോഴും എല്ലാം ഏതാണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ അതിൽ കൺഫർമേഷൻ ലിസ്റ്റിൽ പറഞ്ഞ പറയാത്ത കേസ് അല്ലെ, സർപ്രൈസ് ആയിട്ട് വന്ന ഈ ഒരു 2 കക്ഷികളാണ് ഗിസേൽ തക്കറും അതും രണ ഫാത്തിമയും. ഇവര് രണ്ടുമാണ്. ഗിസേൽ തക്കറിലും എന്തായാലും നമുക്കൊരു ഹോപ്പ് ഉണ്ട്, എന്തെങ്കിലും ഒരു ലവ് സ്ട്രാറ്റജി ഒക്കെ പിടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് നമുക്ക്, അതുപോലെ വളരെ നല്ല ഹോട്ട് സീൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.